ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. അതുപോലെ ഹോർമൂസ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. ഹോർമൂസ് നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഏറ്റവും വലിയൊരു ആയുധമായിട്ട് ഇറാൻ ഉപയോഗിക്കുന്നത് ഹോർമൂസാണ്. ഈ ഹോർമൂസ് ഉപയോഗിക്കുന്നതിലൂടെ ലോകരാജ്യങ്ങളെല്ലാം വരുതിക്ക് നിർത്തുവാനുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഇറാന് എത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു സംശയമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അമേരിക്കയെ പോലും ഒരു ഇടയ്ക്ക് പിടിച്ചുലച്ച ഒരു വിഷയം, അല്ലെങ്കിൽ അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഏറ്റവും ഒരു പ്രവണത ഉണ്ടാക്കിയത് ഈ ഹോർമൂസ് എന്ന ഒരു ആയുധം വെച്ചിട്ട് തന്നെയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം വിശദമായി സംസാരിക്കാൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, അന്താരാഷ്ട്ര നിരീക്ഷകൻ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, നമുക്കറിയാം ഇപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഒരു രണ്ടാം ഘട്ട യുദ്ധത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് മേഖല. അത് ലോകരാജ്യങ്ങളെയൊക്കെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എത്രത്തോളം ഭയക്കേണ്ടതുണ്ട് ഈ യുദ്ധത്തിൽ? ഇത് എന്തായിരിക്കും ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയിൽ 4ാമത്തെ തവണയാണ് യുഎസിന്റെ വ്യോമ നാവിക ശക്തികൾ സംയുക്തമായിട്ട് ഇറാനെതിരെയുള്ള ആക്രമണം രൂക്ഷമാക്കിയത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാന്റെ തീരദേശത്തുള്ള ഡ്രോൺ സംഭരണശാലകൾ, അതുപോലെ തന്നെ മിസൈൽ റീസൈക്ലിംഗ് ഏരിയാസ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ആക്രമണം നടത്തുന്നു. അതോടൊപ്പം സൂയിസൈഡ് ഡ്രോൺസ് അമേരിക്ക ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പല ദൃശ്യങ്ങളും സെൻകോമിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽസിൽ നിന്ന് പുറം ലോകത്തിലേക്ക് എത്തിക്കുകയുണ്ടായി. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ബന്ദർ അബ്ബാസ്, കൊണാർക്ക്, അബു മൂസ, ചബഹർ, ജസ്ക് തുടങ്ങിയ ബുഷഹർ തുടങ്ങിയിട്ടുള്ള തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ നിയന്ത്രിതമല്ലാത്ത രീതിയിൽ, വളരെ ശക്തമായ രീതിയിൽ തുടരെയുള്ള ആക്രമണം നടത്തിക്കൊണ്ട് ഇറാന്റെ ഈ ഹോർമുസ് മേഖലയിൽ നിന്നുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേർക്കുള്ള ആക്രമണത്തെ തളർത്താനുള്ള, അവരുടെ ശേഷി കുറയ്ക്കാനുള്ള ഒരു വലിയ നീക്കമാണ് നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപ് പറഞ്ഞൊരു പ്രധാന കാര്യം, ഇനി അടുത്ത് വരാൻ പോകുന്ന ഇതിലും വലുതായിട്ടുള്ളതൊന്നാണെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടർത്ഥങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ശക്തമായ ഒരു സംയുക്ത ആക്രമണം ഇറാന് നേരെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവാം. അതുപോലെ തന്നെ യുഎസ് ബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ഈ കപ്പലുകൾ അല്ലെങ്കിൽ നാവിക ശേഷിയെ വളരെ സാരമായിട്ട് തന്നെ അമേരിക്കയുടെ ഇന്നത്തെയും ആക്രമണം, ഇന്ന് രാവിലത്തെയും ആക്രമണം ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൂടി ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ യുഎഇക്ക് നേരെയുള്ള, യുഎഇയുടെ ഷിപ്സിന് നേരെയുള്ള ആക്രമണമൊക്കെ തന്നെ GCC രാജ്യങ്ങളെ, ഗൾഫ് രാജ്യങ്ങളുടെ ക്ഷമയും നശിപ്പിച്ചിരിക്കുകയാണ്. സോ ഒന്നുകിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഏറ്റവും കൃത്യമായ രീതിയിലുള്ള ഒരു സംയുക്ത ആക്രമണത്തിനോ അല്ലെങ്കിൽ ഒരു സംയുക്ത ചെറുത്തുനിൽപ്പിനോ ഉള്ള സാധ്യത വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം കൂടുന്തോറും IRGCയെ സാധാരണക്കാരായിട്ടുള്ള ഇറാനിയൻ ജനങ്ങൾ വെറുക്കുകയും അതുവഴി ഒരു ആഭ്യന്തര കലാപത്തിനുള്ള സാധ്യത പോലും ഉണ്ടാകാം. അതോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം, ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് മുൻ പ്രസിഡന്റ് അഹമ്മദി നെജാദിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ഇസ്രായേൽ നടക്കുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മാറ്റങ്ങളും ചർച്ചകളും ആക്രമണങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു ദിവസമാണ് വരുന്നത്. വരുന്ന 2 ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കും ഈ യുദ്ധത്തില്. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, നമുക്ക് മറ്റൊരു റിപ്പോർട്ട്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു ആക്രമണം ഉണ്ടായി ആ ഒരു സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ, ഒമാനിൽ ഇറാൻ്റെ പ്രതിനിധികൾ ഉള്ളപ്പോൾ പോലുമാണ് ഒരു മേഖലയിൽ ആക്രമണം നടന്നെന്നുള്ള റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അതായത് സൗഹൃദ രാജ്യങ്ങളെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇറാൻ കടക്കുകയാണ്. അതോടൊപ്പം ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അതായത് ഒമാനിൽ ഇറാന്റെ പ്രതിനിധികൾ ഉള്ള സമയത്ത് ഒരു ആക്രമണം ആ ഒമാന്റെ സമുദ്രപരിധിക്കുള്ളിൽ നടന്നുവെന്ന് നമ്മളൊരു റിപ്പോർട്ട് കണ്ടതാണ്. അപ്പോൾ സൗഹൃദ രാജ്യങ്ങളെ പോലും കടന്ന് ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇറാൻ കടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? കറക്റ്റാണ്. കാരണം ഇറാൻ IRGC ഭരണകൂടവും ഇറാൻ പാർലമെന്റ് അല്ലെങ്കിൽ ഇറാന്റെ ജനകീയ ഭരണകൂടം രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ IRGCയുടെ യുദ്ധവെറി പൂണ്ട ഒരു കൂട്ടം ജനറൽമാരും കമാൻഡർമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന റാൻഡമായിട്ടുള്ള നിയർ സൂയിസൈഡൽ മിഷൻസ് ആണ് നടക്കുന്നത്. അവർക്ക് അന്താരാഷ്ട്ര ചർച്ചകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മര്യാദകളെ പറ്റിയിട്ടോ യാതൊരു ബോധവുമില്ല. അവർ തികച്ചും സൂയിസൈഡ് അറ്റാക്കേഴ്സിനെ പോലെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോ ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇവിടെ ഉണ്ട്. അതായത് ഇപ്പോൾ
പലതവണ ഇറാന് ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തു, നെഗോസിയേഷൻ അവസരം കൊടുത്തു. എന്നിട്ട് പോലും ആ നെഗോസിയേഷൻസിനെ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ട് ആ മേഖലയെ അസ്ഥിരപ്പെടുത്തി ഇവിടുന്നുള്ള ഒരു ശ്രമം കൂടി ഇറാൻ നടത്തുന്നുണ്ട്. ഇനി അത് യാതൊരു കാരണവശാലും സമ്മതിക്കാനും പോകുന്നില്ല. അതോടൊപ്പം അദ്ദേഹം മറ്റ് രാജ്യങ്ങളോട് വെച്ച ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോളാണ് 20% ഷിപ്പിംഗ് ഫീസ് വേണമെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന. അത് രണ്ട് രീതിയിൽ വായിക്കാം. ഒന്ന്, അമേരിക്കയ്ക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഓപ്പറേഷൻസിന്റെ ഒരു പ്രീമിയം വേണം. അല്ല എന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾ, അതായത് ഹോർമുസ് എന്ന് പറയുന്ന ഈ സാർവദേശീയ കടലിടുക്കിന്റെ പ്രയോജനം എടുക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇതിലേക്ക് ഒറ്റക്കെട്ടായിട്ട് വരണം എന്നൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. സോ IRGCയെ പറ്റി ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്, IRGCക്ക് തുടരെയുള്ള ആക്രമണങ്ങൾ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയില്ല, ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർ കാണാൻ പോകുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ മറ്റൊരു മുഖമാണ്. അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇന്ത്യ എത്രത്തോളം ഈ ഒരു യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യ അത് എത്രത്തോളം ഭയത്തോടെ കാണേണ്ടതുണ്ട്. അതിൽ ഇന്ത്യയുടെ ഒരു നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. നമ്മൾ ഓരോ ഇന്ത്യക്കാരെയും അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ വരും കാലങ്ങളിൽ യുദ്ധം നീണ്ടുപോവുകയാണ്, ഹോർമൂസ് അടയ്ക്കുകയാണ്, ഹൂതികൾ ചെങ്കടലിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. അതുപോലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, അവരവകാശപ്പെടുന്ന പോലെ അതുപോലൊരു സിറ്റുവേഷൻ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എടുക്കുന്ന നിലപാട് എങ്ങനെയായിരിക്കും? ഇന്ത്യ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു പരിസമാപ്തിയാക്കാനുള്ള ഒരു നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ നടത്താനുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു മുൻതൂക്കം കൊടുത്ത് ഇടപെടാനുള്ള ഒരു സാധ്യത അങ്ങനെ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യ എന്ത് കാര്യങ്ങളും ഇപ്പോൾ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ട്. ഏത് സമ്മർദ്ദത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ടും നമ്മുടെ ഊർജ്ജ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. അതൊരു പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള നടപടികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം. അല്ലാത്ത പക്ഷെ ഒരു നെഗോസിയേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോലെ ഒരു രാജ്യം ഒരു നെഗോസിയേഷനിലേക്കോ അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷനിലോട്ടോ വരണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് ഉണ്ടാവണം. അത് ഇന്റർനാഷണൽ ഏജൻസികളുടെ സഹകരണത്തോടു കൂടിയുള്ള ഒരു മാസീവ് എക്സസൈസ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അതിലേക്ക് നമ്മൾ ആ ഒരു സാധ്യത തൽക്കാലം നമ്മൾ തള്ളിക്കളയേണ്ടിയിരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, US-നെ സംബന്ധിച്ച് ഈ ഒരു യുദ്ധം അതിന്റെ ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് IRGCയുടെ നിലവിലുള്ള ഈ സിസ്റ്റത്തെ തകർത്തെറിയുക, അതിനിടയ്ക്ക് യാതൊരു തരത്തിലുള്ള ഒരു നെഗോസിയേഷനും, അതായത് ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ IRGCയുടെ അവശേഷിക്കുന്ന നേതൃത്വത്തെ ഇല്ലാതാക്കി കളഞ്ഞതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു വലിയ ചർച്ചകളുടെ സാധ്യതകൾ ഉണ്ടാവാനായിട്ടുള്ള ഒരു സ്കോപ്പ് നമുക്കുള്ളൂ. അങ്ങനെ ഒരു സ്കോപ്പ് മുന്നിലുണ്ട്. പക്ഷെ അതിനൊരു സാധ്യത അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. ആക്ച്വലി അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം രാജ്യങ്ങൾക്കിടയിലെ ഒരു കോൺടെസ്റ്റ് മാത്രമല്ല, ഇതൊരു എക്കണോമിക് ചലഞ്ചാണ്. ഇപ്പോൾ IRGC ലോക രാജ്യങ്ങളോട് കൊടുക്കുന്ന ഒരു സന്ദേശം വെച്ചാൽ, ഞങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന ഇടനാഴിയിൽ, അതായത് ഈ ഹോർമുസ് ഇടനാഴിയിൽ ഒരു റിസ്ക് ക്രിയേറ്റ് ചെയ്യുകയും ആ റിസ്ക് ക്രിയേറ്റ് ചെയ്തത് വഴി നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ, നിങ്ങളുടെ ഇന്റേണൽ എക്കോണമിയെ അപ്സെറ്റ് ചെയ്യിക്കുവാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ്. ഇതൊരു ന്യൂ ഏജ് വാർഫെയർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ റെസൊല്യൂഷൻസിന് സാധ്യത വളരെ കുറവാണ്. ഇനി ഇതിലുള്ള പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൾഫ് കൺട്രീസ് ആണ്. കാരണം ഇത് ഗൾഫ് കൺട്രീസിന് നേരിട്ടുള്ള ജിയോഗ്രാഫിക്കൽ പ്രോക്സിമിറ്റി ഉള്ള ഒരു സ്ഥലത്തെ യുദ്ധത്തിന് എന്തിന് മറ്റു രാജ്യങ്ങൾ ഇടപെടണം? അവർക്ക് തന്നെ ഇതിനൊരു നേതൃത്വം എടുത്തുകൂടെ എന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാധ്യത കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ബിക്കോസ് ഇറാനിൽ നിന്ന് നാഥനില്ല കളരിയാണ്. IRGC ഒരു ഭാഗത്ത്, പെഷസ്കിയാൻ വേറൊരു ഭാഗത്ത്, അതുപോലെ തന്നെ അരഗാച്ചി വേറൊരു ഭാഗത്ത്, ഇങ്ങനെ പല രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് നിൽക്കുന്നത്. അതിൽ തന്നെ ആയുധങ്ങൾ അവശേഷിക്കുന്നത് യൂസ് ചെയ്യുന്ന IRGC ആയതുകൊണ്ട് അവർക്ക് യുദ്ധത്തിൽ അവരൊരു മുൻതൂക്കം എടുത്തുകൊണ്ട് കൈനറ്റിക് ആക്ഷൻ നടത്തുന്നു. അപ്പം ആ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സോ എനിത്തിങ്, ഏത് രീതിയിലുള്ള ഒരു റെസൊല്യൂഷൻ വേണമെങ്കിലും അല്ലെങ്കിൽ യുദ്ധത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധ്യമാകുന്ന ആരായിരിക്കും? ഗൾഫ് കൺട്രീസ് ആവാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം ഹോർമുസ് കടലിടുക്ക് IRGCയിൽ നിന്ന് വിടുതൽ ചെയ്തുകൊണ്ട് അതിനെ ഗ്ലോബലൈസ് ചെയ്യേണ്ടത് ലോക സാമ്പത്തിക ക്രമത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് തിരിച്ചറിയുകയും അതിലേക്ക് UN ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ ഏജൻസീസ് ഇടപെട്ടുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രയോഗിക്കാനുള്ള സാധ്യത കൂടി തെളിഞ്ഞു വരിക. അന്നേരം അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഇപ്പോൾ അമേരിക്ക പറയുന്നത് അമേരിക്ക ഹോർമുസ് കൈകാര്യം ചെയ്യും, അതിന് ഒരു ചാർജ്, അവിടുത്തെ സംവിധാനത്തിനായിട്ടുള്ള ഒരു ചാർജ് അമേരിക്ക പിരിക്കുമെന്ന് അമേരിക്ക പറയുന്നു.
ട്രംപിൻ്റെ ഒരു പ്രസ്താവനയിൽ പറഞ്ഞതാണ്. അതുപോലെ ഇറാൻ പറയുന്നു ഇറാൻ പിരിക്കുമെന്ന്. അതുപോലെ ഒമാൻ ആണെങ്കിൽ പോലും ഒമാൻ്റെ ഒരു സമുദ്രപരിധി വഴി കപ്പലുകൾ കടത്തിവിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഗൾഫ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ GCC രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സംഘടന വരികയും ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പോലും ഈ GCC രാജ്യങ്ങളും ഇറാനും തമ്മിൽ ചേരത്തില്ല. അപ്പോൾ അവിടെ എപ്പോഴും ഒരു തർക്ക വിഷയമായിട്ട് ഈ ഹോർമോസ് നിൽക്കുകയും ഏതെങ്കിലും കാലത്ത് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വീണ്ടും ഒരു ആയുധമാക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അതുകൊണ്ടാണ് IRGCയുടെ കയ്യിൽ നിന്ന് ഇറാന്റെ ഭരണത്തെയോ ഇറാന്റെ സാരഥ്യത്തെയോ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടണം. അതായത് അവശേഷിക്കുന്ന IRGCയെ എലിമിനേറ്റ് ചെയ്താൽ മാത്രമേ ഈ യുദ്ധത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ടുള്ള ഒരു പെർമനന്റ് റെസൊല്യൂഷൻ സാധ്യമാവുകയുള്ളൂ. ഇപ്പോ മറ്റു പല രാജ്യങ്ങളിലും ഉള്ള പോലെ ഒരു സ്ഥിരമായിട്ട് 47 കൊല്ലമായിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഈ സിസ്റ്റം മാറിക്കൊണ്ട് പുതിയ ഒന്ന് വന്നാൽ മാത്രമേ ഇനി ആ ഒരു ലിവറേജ് ലോകരാജ്യങ്ങൾക്ക് എല്ലാം തന്നെ കിട്ടുകയുള്ളൂ. അപ്പം 2 റോളുണ്ട്. ഒന്ന് US ലെഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ആയിട്ടുള്ള സിസ്റ്റവും. ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഡോമിനൻസ് കിട്ടണം. പിന്നെ US ഇപ്പോൾ 20% ഫീസ് ഏർപ്പെടുത്തുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അറിയാം, അതൊരു കോൾ ഓഫ് പ്രഷറാണ്, അല്ലാതെ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ട്രംപ് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ വളരെ വളരെ എന്താ പറയുക, വി ആർ പ്രൊട്ടക്ടിങ് എ വെരി റിച്ച് പോർഷൻ ഓഫ് ദ വേൾഡ് ആൻഡ് ഐ വാണ്ട് ടു ബി റീംബേഴ്സ്ഡ്. ഈ പറഞ്ഞത് ബിസിനസ്സുകാരനായ ട്രംപാണ്, രാഷ്ട്രീയക്കാരനോ അമേരിക്കൻ പ്രസിഡന്റോ ആയിട്ടുള്ള ട്രംപ് അല്ല. അപ്പോൾ രണ്ട് പെർസ്പെക്റ്റീവിൽ തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കും. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, അന്താരാഷ്ട്ര നിരീക്ഷകൻ, അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത്. എന്തായാലും പശ്ചിമേഷ്യ അത് ഒരു പ്രശ്നം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താകുമെന്നത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു വിഷയം.